Sneha Wedding Kendra. Embark on your journey to forever with grace and glamour. At Sneha Wedding Kendra, we're more than just a wedding clothes shop. We're your personal haven of bridal bliss. Here's why brides and grooms-to-be are falling in love with our collection. സാമൂഹിക മാധ്യമങ്ങളിൽ ലൈവ് ചെയ്ത യുവാവ് തൂങ്ങിമരിച്ച സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷന് മുന്നിൽ ആക്ഷൻ കമ്മിറ്റി ഉപവാസ സമരം സംഘടിപ്പിക്കും. ജനുവരി 28-നാണ് നിലമ്പൂർ അയ്യാർപോയിൽ തൈക്കാടൻ അബ്ദുവിന്റെ മകൻ ജാസിദ് എന്ന 21-കാരൻ വീടിന്റെ ടെറസിലെ കമ്പിയിൽ തൂങ്ങി മരിച്ചത്. ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷമാണ് മരണം. തന്റെ മരണത്തിന് കാരണക്കാരായ 4 പേരുകൾ പറഞ്ഞിട്ടാണ് മരണം. തന്റെ ഫോൺ വാങ്ങി തെളിവുകൾ നശിപ്പിച്ച പോലീസുകാരുടെ നടപടിയും തന്റെ മരണത്തിന് കാരണമാണെന്ന് ജാസിദ് വീഡിയോയിൽ പറയുന്നുണ്ട്. സഹോദരന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് കാര്യക്ഷമമായ അന്വേഷണം നടത്തുന്നില്ലെന്ന് കാണിച്ച് മരിച്ച ജാസിദിന്റെ സഹോദരൻ മെഹബൂബ്, ജില്ലാ പോലീസ് മേധാവി, നിലമ്പൂർ ഡിവൈഎസ്പി എന്നിവർക്ക് നേരിട്ട് പരാതികൾ നൽകിയിട്ടും പോലീസ് കാര്യമായ അന്വേഷണം ഇടപെടലുകൾ നടത്താത്ത സാഹചര്യത്തിലാണ് നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചത്. നിലമ്പൂർ നഗരസഭയിലെ കൌൺസിലർമാർ, രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന നേതാക്കൾ, യുവജന നേതാക്കൾ, നാട്ടുകാർ, പൊതുപ്രവർത്തകർ ഉൾപ്പെടെ 150-ലേറെ പേർ പങ്കെടുത്ത യോഗത്തിൽ തുടർ നടപടികൾക്കായി 11-അംഗ കമ്മിറ്റിക്ക് രൂപം നൽകി. നിലമ്പൂർ നഗരസഭാ കൌൺസിലർ MT അഷ്റഫ് ചെയർമാനും പട്ടിക്കാടൻ നിഷാദ് കൺവീനറുമായ കമ്മിറ്റിയിൽ നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM ബഷീർ, പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ്, KPCC മുൻ ജനറൽ സെക്രട്ടറിയും നഗരസഭാ കൌൺസിലറുമായ VA കരീം, ഡിവിഷൻ കൌൺസിലർ നാജിയ ഷാനവാസ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പരുന്തൻ നൌഷാദ്, മൂർക്കൻ മാനു, ഷുഹൈബ്, സെയ്ഫു ഏനാദി ഉൾപ്പെടെയുള്ളവരുണ്ട്. പോലീസ് ഇക്കാര്യത്തിൽ കാണിക്കുന്ന അലംഭാവത്തിനെതിരെ ശക്തമായ സമരപരിപാടികൾക്കും ആക്ഷൻ കൌൺസിൽ രൂപം നൽകി. ജാസിദിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് നിലമ്പൂർ പോലീസ് സ്റ്റേഷന് മുൻപിൽ ഉപവാസ സമരം സംഘടിപ്പിക്കും. ജാസിദിന്റെ കുടുംബത്തിന് നിയമ പോരാട്ടത്തിനുള്ള എല്ലാ സഹായവും നൽകും. പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ട് നിലമ്പൂരിന്റെ വിവിധ സ്ഥലങ്ങളിൽ പോസ്റ്ററുകൾ സ്ഥാപിക്കുവാനും യോഗം തീരുമാനിച്ചു. ജാസിദിന്റെ കുടുംബത്തിന് നീതി കിട്ടും വരെ പോരാട്ടം തുടരുവാനും യോഗത്തിൽ തീരുമാനമെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. Real fruit power, real juices from Dabur.